നമ്മൾ അടുത്ത ഭാഗത്തേക്ക് വരുന്നു. ക്ലൗഡ്സ് എന്നൊരു ഭാഗത്തേക്ക് വരുന്നു. എന്താണ് മേഘങ്ങൾ അല്ലെങ്കിൽ ക്ലൗഡ്സ് എന്നാൽ എന്ത്? ക്ലൗഡ്സ് ആർ ഫോംഡ് ബൈ ദ ക്ലൗഡ്സ്, മേഘങ്ങൾ ഫോം ചെയ്യുന്നു, മേഘങ്ങൾ ഉണ്ടാകുന്നു. ക്ലൗഡ്സ് ആർ ഫോംഡ് ബൈ ദ കണ്ടൻസേഷൻ ഓഫ് വാട്ടർ വേപ്പർ അറൗണ്ട് ദ ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അതായത് നമ്മുടെ മേഘങ്ങൾ ഉണ്ടാകുന്നത്, കണ്ടൻസേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഘനീകരണം അല്ലെങ്കിൽ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. കണ്ടൻസേഷൻ്റെ ഫലമായി, അതുകൂടാതെ ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, നമ്മുടെ ചുറ്റുപാടുമുള്ള പൊടിപടലങ്ങളുടെയും ഫലമായി ഇതെല്ലാം നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്ന് നമ്മുടെ ആകാശത്തേക്ക് ചെല്ലുകയും കണ്ടൻസേഷൻ ചെയ്ത് ഘനീഭവിച്ച് മുകളിലേക്ക് പോവുകയും ഇവയെല്ലാം കൂടി ഒരുമിച്ച് കൂടി മേഘങ്ങളായിട്ട് രൂപപ്പെടുകയും ചെയ്യുന്നു. ക്ലൗഡ്സ് ആർ ഫോംഡ് ബൈ ദ condensation of water vapor around the fine dust particles in the atmosphere. നമ്മുടെ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളും അതുകൂടാതെ ഘനീകരണത്തിൻ്റെയും ഫലമായി ഇവയെല്ലാം മുകളിലേക്ക് ഉയർന്ന് മേഘങ്ങളുടെ രൂപത്തിൽ രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. ക്ലൗഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 4. മേഘങ്ങളെ നമുക്ക് പ്രധാനമായി 4 ആയിട്ട് തരംതിരിക്കാൻ വേണ്ടി കഴിയുന്നു. നോടി വരാം, ക്ലൗഡ്സ് എന്താണെന്ന് പറഞ്ഞു. ഇനി അടുത്തത് മേഘങ്ങളെ പ്രധാനമായി 4 ആയിട്ട് തരംതിരിക്കാൻ വേണ്ടി അടുത്തൊരു ഭാഗത്തേക്ക് വരുന്നു. ക്ലൗഡ്സിൻ്റെ ടൈപ്സ്, മേഘങ്ങൾ ഏതെല്ലാം തരത്തിലുള്ളത്? പ്രധാനമായി 4 തരത്തിലാണുള്ളത്. സിറസ് ക്ലൗഡ്സ്, സ്ട്രാറ്റസ് ക്ലൗഡ്സ്, ക്യുമുലസ് ക്ലൗഡ്സ്, നിംബസ് ക്ലൗഡ്സ്, ഇങ്ങനെ 4 തരത്തിലുള്ള മേഘങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ മേഘമെന്ന് പറയുന്നത് സിറസ് ക്ലൗഡ്സ്. വാട്ട് ഈസ് സിറസ് ക്ലൗഡ്സ്? എന്താണ് സിറസ് മേഘങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്? ദീസ് ആർ ഫെദർ ലൈക്ക് ക്ലൗഡ്സ് ഇൻ ദ അപ്പർ അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷത്തിന് മുകളിലായി കാണപ്പെടുന്ന ഫെദർ ലൈക്ക് ക്ലൗഡ്സ്, തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണെന്ന് പറയുന്നു. ഇൻ ദ ക്ലിയർ വെതർ കണ്ടീഷൻ, തെളിഞ്ഞ അന്തരീക്ഷത്തിൽ ഉയരത്തിലായി തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളെ പറയുന്ന പേരാണ് സിറസ് ക്ലൗഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. നോടി വരാം. വാട്ട് ഈസ് സിറസ് ക്ലൗഡ്സ്? ദീസ് ആർ ഫെദർ ലൈക്ക് ക്ലൗഡ്സ് ഇൻ ദ അപ്പർ അറ്റ്മോസ്ഫിയർ ഇൻ ദ ക്ലിയർ വെതർ കണ്ടീഷൻസ്. തെളിഞ്ഞ അന്തരീക്ഷത്തിൽ ഉയരത്തിലായിട്ട് തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളെ പറയുന്ന പേരാണ് സിറസ് ക്ലൗഡ്സുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. രണ്ടാമത്തെ വരുന്നു സ്ട്രാറ്റസ് ക്ലൗഡ്സ്. എന്താണ് സ്ട്രാറ്റസ് മേഘങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്? These appear in the thick layers in the lower part of the sky. ആകാശത്തിൻ്റെ താഴ്ന്ന ഭാഗങ്ങളിൽ ഒരു ലെയറുകൾ പോലെ, പാളികൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളെ പറയുന്ന പേരാണ് സ്ട്രാറ്റസ് ക്ലൗഡ്സുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒന്നുകൂടി വരാം. വാട്ട് ഈസ് സ്ട്രാറ്റസ് ക്ലൗഡ്സ്? ദീസ് അപ്പിയർ ഇൻ തിക്ക് ലെയേഴ്സ് ഇൻ ദ ലോവർ പാർട്ട് ഓഫ് ദ സ്കൈ. ആകാശത്തിൻ്റെ താഴ്ന്ന വിതാനങ്ങളിൽ തിക്ക് ലെയറുകൾ പോലെ, പാളികൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളെ പറയുന്ന പേരാണ് സ്ട്രാറ്റസ് ക്ലൗഡ്സുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മൂന്നാമത്തെ വരുന്നു ക്യുമുലസ് ക്ലൗഡ്സ്. എന്താണ് ക്യുമുലസ് മേഘങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്? ദീസ് ക്ലൗഡ്സ് റിസംബിൾ ഹ്യൂജ് കോട്ടൺ ബണ്ടിൽസ്. റിസംബിൾ സാദൃശ്യം, ഈ മേഘങ്ങളെ കണ്ടാൽ നമുക്ക് സാദൃശ്യം തോന്നുന്നു. ഒരു ഹ്യൂജ് കോട്ടൺ ബണ്ടിലുകൾ, ഒരു വലിയ പഞ്ഞി കെട്ടുകൾ പോലെ തോന്നുന്നു. ആൻഡ് ആർ ഫോംഡ്, ഈ മേഘങ്ങൾ ഉണ്ടാകുന്നു ഡ്യൂ ടു സ്ട്രോങ് കൺവെൻഷൻ കറൻസ്, ശക്തമായിട്ടുള്ള ഒരു സംവഹന പ്രക്രിയ. നമ്മൾ കൺവെൻഷൻ എന്താണെന്ന് പഠിച്ചാണ്. ഒരു കൺവെൻഷൻ കറണ്ട്, ഒരു സംവഹന പ്രക്രിയയുടെ ഫലമായിട്ടാണ് ഈ മേഘങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറയുന്നു. ദേ ഹാവ് ലാർജ് വെർട്ടിക്കൽ എക്സ്റ്റെൻഡ്, ഇത് കൂടുതലായി വെർട്ടിക്കൽ എക്സ്റ്റെൻഡ്, കുത്തനെ കൂടുതലായി ഈ മേഘങ്ങളെ കാണാൻ കഴിയുന്നുവെന്നും പറയുന്നുണ്ട്. ഇതാണ് ക്യുമുലസ് ക്ലൗഡ്സുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. കൂടി വരാം. ദീസ് ആർ റിസംബിൾ ഹ്യൂജ് കോട്ടൺ ബണ്ടിൽസ്, വലിയ കോട്ടൺ ബണ്ടിലുകൾ പോലെ കാണപ്പെടുമെന്ന് പറയുന്നു. ആർ ഫോംഡ് ഡ്യൂ ടു, ഇത് ഫോം ചെയ്യുന്നത് സ്ട്രോങ് കൺവെൻഷണൽ കറണ്ട്, ശക്തമായിട്ടുള്ള ഒരു സംവഹന പ്രക്രിയയുടെ ഫലമായിട്ട് രൂപം കൊള്ളുമെന്ന് പറയുന്നുണ്ട്. ദേ ഹാവ് ലാർജ് വെർട്ടിക്കൽ എക്സ്റ്റെൻഡ്, ഇത് കൂടുതൽ വെർട്ടിക്കൽ, കുത്തനെ കാണപ്പെടുമെന്നും ധാരാളം പ്രദേശത്ത് ഇത് വ്യാപിച്ചു കിടക്കുമെന്നും പറയുന്നു. നാലാമത്തെ മേഘങ്ങൾ പറയുന്നു നിംബസ് ക്ലൗഡ്സ്. ദീസ് ആർ ഡാർക്ക് റെയിൻ ക്ലൗഡ്സ്, ഈ മഴമേഘങ്ങളാണ് നിംബസ് ക്ലൗഡ്സുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇൻ ദ ലോവർ അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിൽ താഴ്ന്ന ഭാഗങ്ങളിൽ കാണപ്പെടുന്ന
കറുത്ത മേഘങ്ങളാണ് അല്ലെങ്കിൽ മഴമേഘങ്ങളാണ് നിംബസ് ക്ലൗഡ്സുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദീസ് ആർ അപ്പിയർ ഇൻ ഡാർക്ക് ആസ് ഇറ്റ് ഡസ് നോട്ട് അലോ സൺലൈറ്റ് ടു പാസ്. കറുത്ത മേഘങ്ങളാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഘങ്ങൾ സൂര്യപ്രകാശത്തെ കടത്തിവിടുന്നില്ല എന്നും പറയുന്നുണ്ട്. ഡ്യൂ ടു സ്ട്രോങ് കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ്, ഇത് പ്രധാനമായും വെള്ളത്തുള്ളി, അതായത് കറുത്ത മേഘങ്ങളാണ്, ഇരുണ്ടുകൂടി നിൽക്കുകയാണ്. ഇനി പ്രധാനമായും വെള്ളത്തുള്ളികളെ മാത്രം കടത്തിവിടുന്നത്, മഴയ്ക്ക് സാധ്യതയേറുന്ന മേഘങ്ങളാണ് ഈ നിംബസ് ക്ലൗഡ്സുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഈ മേഘങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പ്രകാശം ഉണ്ടാകുന്നില്ല, സൂര്യപ്രകാശത്തെ കടത്തിവിടുന്നില്ല, അതുകൊണ്ട് പ്രകാശം ഉണ്ടാകുന്നില്ല, ഇരുണ്ടുകൂടി നിൽക്കുന്നു. മഴയ്ക്കുള്ള സാധ്യത ഈ മേഘങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വളരെയധികം കൂടുതലാണെന്നും പറയുന്നു. ഇത്തരത്തിൽ പ്രധാനമായി 4 മേഘങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. സെറസ് ക്ലൗഡ്സ്, സ്ട്രാറ്റസ് ക്ലൗഡ്സ്, ക്യുമുലസ് ക്ലൗഡ്സ് ആൻഡ് നിംബസ് ക്ലൗഡ്സ്. പ്രധാനമായി വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലൗഡ്സ് ബേസ്ഡ് ഓൺ ഓൾട്ടിറ്റ്യൂഡ്. ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മേഘങ്ങളെ പ്രധാനമായി 4ആയിട്ട് തരംതിരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ വരാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലൗഡ്സ് ബേസ്ഡ് ഓൺ ഓൾട്ടിറ്റ്യൂഡ്. ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായി മേഘങ്ങളെ 4ആയിട്ട് തരംതിരിക്കുന്നു. ഹൈ ക്ലൗഡ്സ്, മീഡിയം ക്ലൗഡ്സ്, ലോ ക്ലൗഡ്സ്, ക്ലൗഡ്സ് വിത്ത് ഗ്രേറ്റ് വെർട്ടിക്കൽ എക്സ്റ്റെൻഡ്. പ്രധാനമായി 4ആയിട്ട് ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മേഘങ്ങളെ പ്രധാനമായി 4ആയിട്ട് തരംതിരിക്കുന്നു. ഹൈ ക്ലൗഡ്സ്, മീഡിയം ക്ലൗഡ്സ്, ലോ ക്ലൗഡ്സ്, ക്ലൗഡ്സ് വിത്ത് ഗ്രേറ്റ് വെർട്ടിക്കൽ എക്സ്റ്റെൻഡ്. ഒന്നാമത്തെ പറയുന്നത് ഹൈ ക്ലൗഡ്സ്, 20,000 to 40,000 ഫീറ്റ്, 20,000 മുതൽ 40,000 മീറ്റർ വരെ ഉയരത്തിലുള്ളവയാണ് ഹൈ ക്ലൗഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. രണ്ടാമത്തേത് മീഡിയം ക്ലൗഡ്സ്, 7,000 to 20,000 ഫീറ്റ്, 7,000 മുതൽ 20,000 മീറ്റർ വരെ ഉയരത്തിലുള്ളവയാണ് മീഡിയം ക്ലൗഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മൂന്നാമത്തേത് ലോ ക്ലൗഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ലെസ് ദാൻ 7,000 ഫീറ്റ്, 7,000 മീറ്ററിൽ താഴെയുള്ളവയാണ് ലോ ക്ലൗഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നാലാമത്തേത് ക്ലൗഡ്സ് വിത്ത് ഗ്രേറ്റ് വെർട്ടിക്കൽ എക്സ്റ്റെൻഡ്, 2,000 to 30,000 ഫീറ്റ്, 2,000 മുതൽ 30,000 മീറ്റർ ഉയരത്തിലുള്ളവയാണ് ക്ലൗഡ്സ് വിത്ത് ഗ്രേറ്റ് വെർട്ടിക്കൽ എക്സ്റ്റെൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 4 തരത്തിലുള്ള ക്ലൗഡ്സ് ആണ് ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മേഘങ്ങളെ 4ആയിട്ട് തരംതിരിക്കുന്നത്. ഹൈ ക്ലൗഡ്സ്, മീഡിയം ക്ലൗഡ്സ്, ലോ ക്ലൗഡ്സ്, ക്ലൗഡ്സ് വിത്ത് ഗ്രേറ്റ് വെർട്ടിക്കൽ എക്സ്റ്റെൻഡ്. നമ്മൾ അടുത്തൊരു ഭാഗത്തേക്ക് വരുന്നു. വാട്ട് ഈസ് പെർസിപ്പിറ്റേഷൻ അല്ലെങ്കിൽ വർഷണം എന്നാൽ എന്ത്? വാട്ട് ഈസ് പെർസിപ്പിറ്റേഷൻ ആൻഡ് ദ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് പെർസിപ്പിറ്റേഷൻ. വർഷണത്തിൻ്റെ വിവിധ രൂപങ്ങൾ ഏതെല്ലാം? റെയിൻഫാൾ, സ്നോഫാൾ, ഹെയിൽ സ്റ്റോൺ എന്നിവയാണ് നമ്മുടെ പെർസിപ്പിറ്റേഷൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആദ്യത്തിലേക്ക് നമ്മൾ വരുന്നു. എന്താണ് പെർസിപ്പിറ്റേഷൻ അല്ലെങ്കിൽ വർഷണം എന്ന പേരിൽ അറിയപ്പെടുന്നത്? കണ്ടിന്യൂസ് കണ്ടൻസേഷൻ, തുടർച്ചയായിട്ടുള്ള കണ്ടൻസേഷൻ, ഘനീകരണത്തിൻ്റെ ഫലമായി ദ ഡ്രോപ്ലെറ്റ്സ് ഇൻ ദ ക്ലൗഡ്സ്, മേഘങ്ങളിൽ നിന്ന് ഈ മഴത്തുള്ളികൾ ടു ഗ്രോ ഇൻ സൈസ്, മേഘങ്ങളിലെ രൂപം കൊള്ളുന്ന ഈ മഴത്തുള്ളികളുടെ വലിപ്പം കൂടുന്നതിന് കാരണമാകുന്നു. ഒന്നുകൂടി വരാം. കണ്ടിന്യൂസ് കണ്ടൻസേഷൻ കോസ് ദ ഡ്രോപ്ലെറ്റ്സ് ഇൻ ദ ക്ലൗഡ്സ് ടു ഗ്രോ ഇൻ സൈസ്, മേഘങ്ങൾ കണ്ടിന്യൂസ് തുടർച്ചയായിട്ടുള്ള ഘനീകരണത്തിൻ്റെ ഫലമായി മേഘങ്ങളിൽ രൂപം കൊള്ളുന്ന മഴത്തുള്ളികളുടെ വലിപ്പം കൂടുന്നതിന് കാരണമാകുന്നു. ബീയിങ് അണേബിൾ ടു റെസിസ്റ്റ് ദ ഗ്രാവിറ്റേഷണൽ പുൾ ഓഫ് ദ എർത്ത്, നമ്മുടെ ഭൂമിയുടെ ഈ ഭൂഗുരുത്വാകർഷണത്തിൻ്റെ ഫലമായി ഈ മഴത്തുള്ളികൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയാതെ വരികയും ദ വാട്ടർ ഡ്രോപ്ലെറ്റ് ഗെറ്റ് റിലീസ്ഡ് ഫ്രം ദ ക്ലൗഡ്സ്, ഈ മേഘങ്ങളിൽ നിന്ന് ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സ്, ഈ മഴത്തുള്ളികൾ റിലീസ് ചെയ്യുന്നു, അടർന്നു വീഴുന്നു. ഇൻ ഡിഫറെൻറ്റ് ഫോംസ്, പല പല രൂപങ്ങളിലായിട്ട് ഭൂമിയിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്നു. അത് വിവിധ രൂപങ്ങളെന്ന് പറയുന്നത് മഴയുടെ രൂപത്തിൽ വരുന്നു, മഞ്ഞ് വീഴ്ചയുടെ രൂപത്തിൽ വരുന്നു, ആലിപ്പഴത്തിൻ്റെ രൂപത്തിൽ വരുന്നു. റെയിൻഫോൾ, സ്നോഫോൾ, ഹെയിൽ സ്റ്റോൺ, ഈ ഡിഫറെൻറ്റ് ഫോംസിൽ ഭൂമിയിലേക്ക് എത്തിച്ചേരുന്നു. ഇതിനെയാണ് പെർസിപ്പിറ്റേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഒന്നാമത്തേലേക്ക് നമ്മൾ പോകുന്നു. വാട്ട് ഈസ് റെയിൻഫോൾ? എന്താണ് മഴ എന്നറിയപ്പെടുന്നത്? ദ കോമൺ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർസിപ്പിറ്റേഷൻ, സാധാരണ വർഷണത്തിനെ കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട രൂപമാണ്, അല്ലെങ്കിൽ കാണാൻ കഴിയുന്ന ഒരു രൂപമാണ് പെർസിപ്പിറ്റേഷൻ്റെ മഴ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇൻ ദ ഫോം ഓഫ് വാട്ടർ ഡ്രോപ്സ്, വെള്ളത്തുള്ളികളുടെ രൂപത്തിൽ സാധാരണ കോമൺ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു രൂപമാറ്റമാണ്, മാനിഫെസ്റ്റേഷൻ രൂപമാറ്റമാണ് മഴ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദീസ് ആർ കോൾഡ് റെയിൻഫോൾ, അല്ലെങ്കിൽ മഴ എന്ന പേരിൽ അറിയപ്പെടുന്നത്.
രണ്ടാമത്തേലേക്ക് വരുന്നു സ്നോഫാൾ അല്ലെങ്കിൽ മഞ്ഞ് വീഴ്ച എന്നാൽ എന്ത്? വെൻ ദ ടെമ്പറേച്ചർ ഫോൾസ് ബിലോ 0 ഡിഗ്രി സെൽഷ്യസ്, നമ്മുടെ അന്തരീക്ഷ താപനില അല്ലെങ്കിൽ ഊഷ്മാവ് 0 ഡിഗ്രി സെൽഷ്യസിനും താഴെ വരുന്നു. പെർസിപ്പിറ്റേഷൻ റീച്ചസ് ദ എർത്ത്, പെർസിപ്പിറ്റേഷൻ നമ്മുടെ വർഷണം നമ്മുടെ ഭൂമിയിലേക്ക് എത്തിച്ചേരുന്നു. ഇൻ ദ ഫോം ഓഫ് ടൈനി ഐസ് ക്രിസ്റ്റൽസ് ഓഫ് ഐസ്, അതായത് നമ്മുടെ പരൽ രൂപത്തിൽ ഭൂമിയിലേക്ക് ഈ വെള്ളത്തിൻ്റെ രൂപത്തിൽ എത്തിച്ചേരുന്നു. ഒരു ഐസിൻ്റെ രൂപത്തിൽ, ഒരു ഐസ് ക്രിസ്റ്റൽസിൻ്റെ രൂപത്തിൽ എത്തിച്ചേരുന്നു. ദിസ് ഈസ് കോൾഡ് സ്നോഫോൾ. അതിനെ പറയുന്ന പേരാണ് മഞ്ഞ് വീഴ്ച അല്ലെങ്കിൽ സ്നോഫോൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ടെമ്പറേച്ചർ ഫോൾസ് ബിലോ 0 ഡിഗ്രി സെൽഷ്യസ്, 0 ഡിഗ്രി സെൽഷ്യസിലും താഴെയായിട്ട് ഊഷ്മാവിലായിട്ട് നമ്മുടെ അന്തരീക്ഷം മാറുന്നു. പെർസിപ്പിറ്റേഷൻ റീച്ചസ് ദ എർത്ത്, പെർസിപ്പിറ്റേഷൻ്റെ രൂപം നമ്മുടെ ഭൂമിയിൽ എത്തിച്ചേരുന്നു. ഇൻ ദ ഫോം ഓഫ് ടൈനി ഐസ് ക്രിസ്റ്റൽസ്, ചെറിയ പരൽ രൂപത്തിലുള്ള ഐസ് ക്രിസ്റ്റൽസുകളായിട്ട് ഭൂമിയിലേക്ക് എത്തിച്ചേരുന്നു. ദിസ് ഈസ് നോൺ ആസ് സ്നോഫോൾ. അതിനെ പറയുന്ന പേരാണ് മഞ്ഞ് വീഴ്ച എന്ന പേരിൽ അറിയപ്പെടുന്നത്. മൂന്നാമത്തേതിലേക്ക് വരുന്നു ഹെയിൽ സ്റ്റോൺ അല്ലെങ്കിൽ ആലിപ്പഴം എന്നാൽ എന്ത്? ഇഫ് ദ വാട്ടർ ഡ്രോപ്ലെറ്റ് റിലീസ്ഡ് ഫ്രം ദ ക്ലൗഡ്സ്, ക്ലൗഡ്സിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഹാപ്പൻ ടു പാസ് ത്രൂ കോൾഡർ ലെയർ, നമ്മുടെ അന്തരീക്ഷത്തിലെ തണുത്ത പാളികളിലൂടെ കടന്നു വരുന്നു. ഓഫ് ദ അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിലെ തണുത്ത പാളികളിലൂടെ കടന്നു വന്ന് ദേ മേ റീച്ച് ദ എർത്ത് ഇൻ ദ ഫോം ഓഫ് ഐസ് പെല്ലറ്റ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഐസിനേക്കാൾ ഒരല്പം വലിയ രൂപത്തിൽ ഭൂമിയിലേക്ക് എത്തിച്ചേരുന്നതിന് കാരണമാകുന്നു. ദിസ് ഫോം ഓഫ് പെർസിപ്പിറ്റേഷൻ, ഇത്തരത്തിലുണ്ടാകുന്ന വർഷണത്തിൻ്റെ രൂപത്തെ പറയുന്ന പേരാണ് ഹെയിൽ സ്റ്റോൺ അല്ലെങ്കിൽ ആലിപ്പഴം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒന്നുകൂടി വരാം. വാട്ടർ ഡ്രോപ്ലെറ്റ്സ്, നമ്മുടെ മേഘങ്ങളിൽ നിന്ന് ഡ്രോപ്ലെറ്റ്സ് റിലീസ് ചെയ്യുന്നു. അത് തണുത്ത അന്തരീക്ഷ പാളികളിലൂടെ കടന്നു വന്നതിന് ശേഷം ഭൂമിയിലേക്ക് എത്തിച്ചേരുന്നു. ടൈനി ഐസ് ക്രിസ്റ്റൽസ്, ഒരല്പ വലിയ ഐസിൻ്റെ രൂപത്തിൽ ഭൂമിയിലേക്ക് എത്തിച്ചേരുന്നു. ദിസ് ഫോം ഓഫ് പെർസിപ്പിറ്റേഷൻ, വർഷണത്തിൻ്റെ ഇത്തരത്തിലുണ്ടാകുന്ന ഈ രൂപത്തെ പറയുന്ന പേരാണ് ഹെയിൽ സ്റ്റോൺ അല്ലെങ്കിൽ ആലിപ്പഴം എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മൾ അടുത്തൊരു ഭാഗത്തേക്ക് വരുന്നു. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെയിൻഫോൾ, വിവിധ തരത്തിലുള്ള മഴ ഏതൊക്കെയെന്നാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ പറയുന്നത് ഓറോഗ്രാഫിക് റെയിൻഫോൾ ഓർ റിലീഫ് റെയിൻഫോൾ. രണ്ടാമത്തേത് കൺവെൻഷണൽ റെയിൻഫോൾ. മൂന്നാമത്തേത് ബോർഡർ റെയിൻഫോൾ. ഒന്നുകൂടി വരാം. ഫസ്റ്റ് വൺ ഓറോഗ്രാഫിക് റെയിൻഫോൾ, സെക്കൻഡ് വൺ കൺവെൻഷണൽ റെയിൻഫോൾ, തേർഡ് വൺ ബോർഡർ റെയിൻഫോൾ. ഒന്നുകൂടി വരാം. നമ്മൾ പ്രധാനമായി 3 മഴയുണ്ടെന്ന് പറയുന്നു. ഓറോഗ്രാഫിക് റെയിൻഫോൾ അല്ലെങ്കിൽ ശൈലവൃഷ്ടി, കൺവെൻഷണൽ റെയിൻഫോൾ അല്ലെങ്കിൽ സംവഹന വൃഷ്ടി, ബോർഡർ റെയിൻഫാൾ ഓർ തീരദേശ വൃഷ്ടി അല്ലെങ്കിൽ തീരദേശ മഴ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒന്നാമത്തേലേക്ക് നമ്മൾ കടക്കുന്നു. എന്താണ് ഓറോഗ്രാഫിക് റെയിൻഫാൾ ഓർ റിലീഫ് റെയിൻഫാൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്? ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 21, 21ാമത്തെ പേജിൽ ഒരു പിക്ചർ കിടപ്പുണ്ട്. ആ പിക്ചറിൽ നോക്കുക, ആ പേജിൽ നോക്കുക നിങ്ങൾ. ദ മോയിസ്ചർ ലാഡൻ വിൻഡ്, പൊടിപടലങ്ങൾ നിറഞ്ഞ കാറ്റ്. ഫ്രം ദ സീ, കടലിൽ നിന്നുള്ള പൊടിപടലങ്ങൾ നിറഞ്ഞ കാറ്റ്. എൻറ്റേഴ്സ് ദ ലാൻഡ്, നമ്മുടെ കരഭാഗത്തേക്ക് പ്രവേശിക്കുന്നു. ഒന്നുകൂടി വരാം. ദ മോയിസ്ചർ ലാഡൻ വിൻഡ് ഫ്രം ദ സീ എൻറ്റേഴ്സ് ദ ലാൻഡ്, പൊടിപടലങ്ങൾ നിറഞ്ഞ കാറ്റ് കടലിൽ നിന്ന് കരയിലേക്ക് പ്രവേശിക്കുന്നു. ആൻഡ് മൂവ്സ് അപ്വേർഡ് അലോങ് ദ മൗണ്ടെയിൻ സ്ലോപ്സ്, അതിനുശേഷം മൂവ്സ് അപ്വേർഡ്, മുകളിലേക്ക് ഉയരുന്നു. മൗണ്ടെയിൻ സ്ലോപ്പ് ആൻഡ് ഗെറ്റ് കൂൾഡ്, മുകളിലേക്ക് ഉയർന്നതിന് ശേഷം ഇത് ഗെറ്റ് കൂൾഡ്, തണുക്കുന്നതിന് കാരണമാകുന്നു. ആൻഡ് കണ്ടൻസ്ഡ് ടു ഫോം ക്ലൗഡ്സ്, തണുത്തതിന് ശേഷം കണ്ടൻസ്ഡ്, ഘനീഭവിച്ച്, ടു ഫോം ക്ലൗഡ്സ്, മേഘങ്ങളായിട്ട് രൂപപ്പെടുന്നതിന് കാരണമാകുന്നു. വെൻ ദ വിൻവേർഡ് സൈഡ് ഓഫ് ദ മൗണ്ടെയിൻ റിസീവ് ഹെവി റെയിൻഫോൾ, കാറ്റ് ലഭിക്കുന്ന പർവ്വതത്തിൻ്റെ ഭാഗങ്ങൾ റിസീവ് ഹെവി റെയിൻഫോൾ, കൂടുതൽ മഴ ലഭിക്കുന്നതിന് കാരണമാകുന്നു. ദ ലീവേർഡ് സൈഡ്, മറുവശം, അതായത് കാറ്റ് ലഭിക്കാത്ത ഒരു പർവ്വതമാണ് എങ്കിൽ ഒരു വശത്ത് മുഴുവൻ നല്ല മഴ ലഭിക്കുന്നു, അതായത് കാറ്റുള്ള പ്രദേശം മുഴുവൻ മഴ ലഭിക്കുന്നു. മറുവശം, ദ ലീവേർഡ് സൈഡ് മീൻസ് മറുവശം, ദ ലീവേർഡ് സൈഡ് ഓഫ് ദ മൗണ്ടെയിൻ ഡു നോട്ട് റിസീവ് റെയിൻഫോൾ, അതായത് നമ്മുടെ
മറുവശത്ത് കാറ്റ് ലഭിക്കാത്ത മറുവശത്ത് ഡു നോട്ട് റിസീവ് റെയിൻഫോൾ, മഴ ലഭിക്കുന്നതിന് കാരണമാകുന്നില്ല. ആൻഡ് ഡിസെൻഡിങ് ഡ്രൈ എയർ, ഈ ഒരു പ്രദേശം മുഴുവൻ കൂടുതൽ വരണ്ട കാറ്റ് ഉണ്ടാകുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. ദിസ് ടൈപ്പ് ഓഫ് റെയിൻഫോൾ ഈസ് നോൺ ആസ് ഓറോഗ്രാഫി റെയിൻഫാൾ ഓർ റിലീഫ് റെയിൻഫാൾ. ഇത്തരത്തിലുണ്ടാകുന്ന മഴയെ പറയുന്ന പേരാണ് ഓറോഗ്രാഫി റെയിൻഫാൾ അല്ലെങ്കിൽ റിലീഫ് റെയിൻഫാൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ, ദ പ്ലേസസ് സിറ്റുവേറ്റഡ് ദ ലീവേർഡ് സൈഡ് ഓഫ് ദ മൗണ്ടെയിൻ. നമുക്ക് മഴ ലഭിക്കാത്ത മറുവശം അല്ലെങ്കിൽ കാറ്റ് ലഭിക്കാത്ത മറുവശം എന്നറിയപ്പെടുന്നത്. ഡു നോട്ട് റിസീവ് എനി റെയിൻ, ഈ ഒരു പ്രദേശത്ത് കാറ്റുമില്ല, അതിനാൽ മഴയും ഈ ഒരു പ്രദേശത്ത് ലഭിക്കുന്നില്ല. ആർ റെഫേർഡ് നോട്ട് ആസ് റെയിൻ ഷാഡോ റീജിയൻ. അതുകൊണ്ട് ഈ മറുവശത്തെ അറിയപ്പെടുന്ന പേരാണ് റെയിൻ ഷാഡോ റീജിയൻ, മഴ നിഴൽ പ്രദേശം എന്ന പേരിൽ ഈ ഒരു മറുവശത്തെ അറിയപ്പെടുകയും ചെയ്യുന്നു. ഇത്രയുമാണ് ഓറോഗ്രാഫി റെയിൻഫാൾ അല്ലെങ്കിൽ റിലീഫ് റെയിൻഫാൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുന്നു, കൺവെൻഷണൽ റെയിൻഫാൾ അല്ലെങ്കിൽ സംവഹന മഴ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്യുമുലസ് ക്ലൗഡ്സ് ആർ ഫോംഡ്, ക്യുമുലസ് മേഘങ്ങൾ ഉണ്ടാകുന്നു ബൈ ദ കൂളിംഗ് ആൻഡ് കണ്ടൻസേഷൻ ഓഫ് റൈസിംഗ് വാം എയർ. നമ്മുടെ ക്യുമുലസ് ക്ലൗഡ്സുകൾ ഉണ്ടാകുന്നു, ഇതിൻ്റെ ഫലമായി കൂളിംഗ് തണുക്കുന്നു, ആൻഡ് കണ്ടൻസേഷൻ ഘനീഭവിക്കുകയും ചെയ്യുന്നു. റൈസിംഗ് വാം എയർ, ഈ ചൂടുള്ള വായു ഘനീഭവിച്ച് തണുക്കുന്നതിന് കാരണമാകുന്നു. റെയിൻഫാൾ ഒക്കേഴ്സ് വിത്ത്, ഈ സമയത്ത് മഴ ഉണ്ടാകുന്നു. എങ്ങനെയുള്ള മഴ ഉണ്ടാകുന്നു? റെയിൻഫാൾ ഒക്കേഴ്സ് വിത്ത് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്, ഇടിയും മിന്നലോടും കൂടിയ ഒരു മഴ ഈ ഒരു സമയത്തുണ്ടാകുന്നു. ദിസ് റെയിൻ മോസ്റ്റ്ലി ഒക്കറിങ് ഇൻ ആഫ്റ്റർനൂൺ, ഈ ഒരു മഴ പ്രധാനമായും നമുക്കുണ്ടാകുന്നത് ആഫ്റ്റർനൂൺ, ഉച്ചയ്ക്ക് ശേഷമുള്ള മഴയാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഡസ് നോട്ട് ലാസ്റ്റ് ലോങ്, ഈ മഴ കൂടുതൽ സമയം നീണ്ടു നിൽക്കാറില്ല, പെട്ടെന്ന് പെയ്ത് പെട്ടെന്ന് തോരുകയാണ് ചെയ്യുന്നത്. ദിസ് ടൈപ്പ് ഓഫ് റെയിൻഫോൾ ഈസ് നോൺ ആസ് കൺവെൻഷണൽ റെയിൻഫോൾ. ഇത്തരത്തിലുണ്ടാകുന്ന മഴയെ പറയുന്ന പേരാണ് കൺവെൻഷണൽ റെയിൻഫോൾ അല്ലെങ്കിൽ സംവഹന മഴ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദിസ് ഫിനോമിന ഇൻ ട്രോപ്പിക്കൽ റീജിയൻ ഡ്യൂറിങ് സമ്മർ സീസൺ, സമ്മർ സീസണുകളിൽ ഈ ഒരു മഴ നമുക്ക് കാണാൻ കഴിയുന്ന പ്രത്യേകതയാണ്. ട്രോപ്പിക്കൽ റീജിയൻ, ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഈ ഒരു മഴ കൺവെൻഷണൽ റെയിൻഫോൾ സംവഹന മഴ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകതയായിട്ട് പറയപ്പെടുകയും ചെയ്യുന്നു. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് രണ്ട് ടൈപ്സ് മഴയെക്കുറിച്ചായിരുന്നു പറഞ്ഞത്, ഓറോഗ്രാഫി റെയിൻഫോൾ, കൺവെൻഷണൽ റെയിൻഫോൾ. മൂന്നാമത്തേലേക്ക് വരുന്നു, ബോർഡർ റെയിൻഫോൾ അല്ലെങ്കിൽ തീരദേശ മഴ എന്നാൽ എന്ത്? വാട്ട് ഈസ് ബോർഡർ റെയിൻഫോൾ? There is always a difference in the atmospheric temperature over land and sea. നമ്മുടെ കരയിലെയും കടലിലെയും വായുകൾ തമ്മിൽ അല്ലെങ്കിൽ ചൂട് അല്ലെങ്കിൽ വ്യത്യസ്തമായിരിക്കുമെന്ന്, ടെമ്പറേച്ചർ വ്യത്യസ്തമായിരിക്കുമെന്ന് പറയുന്നു. കടലിലുള്ളത് പോലെ ആയിരിക്കില്ല കരയിലെ വായു അല്ലെങ്കിൽ കടലിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇഫ് ദ എയർ ഓവർ ദ സീ, നമ്മുടെ കടലിലുള്ള വായു കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് എയർ ഓവർ ദ ലാൻഡ്, നമ്മുടെ കരയിലെ വായുവുമായി കോണ്ടാക്ട് ചെയ്യുകയും ഇൻ ദ കോസ്റ്റൽ റീജിയൻ, നമ്മുടെ തീരപ്രദേശത്ത് വച്ച് കടലിലെ വായു കരയിലെ വായുവുമായി കോണ്ടാക്ട് ചെയ്യുകയും ദ വാം എയർ വിൽ ബി പുഷ്ഡ് അപ്വേർഡ്, ഈ ചൂടുള്ള വായു മുകളിലേക്ക് ഉയരുന്നതിന് കാരണമാകുന്നു. കോസിങ് ക്ലൗഡ് ഫോർമേഷൻ ആൻഡ് റെയിൻഫോൾ, മേഘങ്ങളുണ്ടാകുന്നു, മേഘങ്ങളുണ്ടായതിനു ശേഷം മഴ ഉണ്ടാകുന്നതിന് അവിടെ കാരണമാവുകയും ചെയ്യുന്നു. ദിസ് ടൈപ്പ് ഓഫ് റെയിൻഫോൾ ഈസ് നോൺ ആസ് ബോർഡർ റെയിൻഫോൾ. ഇത്തരത്തിലുണ്ടാകുന്ന മഴയെ പറയുന്ന പേരാണ് ബോർഡർ റെയിൻഫോൾ അല്ലെങ്കിൽ തീരദേശ മഴ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒന്നുകൂടി വരാം. ദർ ഇസ് എ ഡിഫറൻസ് ഇൻ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഓവർ ദ ലാൻഡ് ആൻഡ് സീ, ലാൻഡിലെയും സീയിലെയും തമ്മിൽ ഡിഫറൻസ് ആണെന്ന്, ടെമ്പറേച്ചർ ഡിഫറൻസ് ആണെന്ന് പറയുന്നു. നെക്സ്റ്റ് വൺ, ഇഫ് ദ എയർ ഓവർ ദ സീ ഇൻ കോണ്ടാക്ട് വിത്ത് ദ എയർ ഓവർ ദ ലാൻഡ്, കടലിലെ വായു കരയിലെ വായുവുമായി കോണ്ടാക്ട് ചെയ്യുന്നു. ദ വാം എയർ വിൽ ബി പുഷ്ഡ്, ചൂടുള്ള വായുവിനെ മുകളിലേക്ക് തള്ളി ഉയർത്തുന്നു. ആൻഡ് കോസ് ദ ക്ലൗഡ് ഫോർമേഷൻ, മേഘങ്ങൾ ഉണ്ടാകുന്നു. ആൻഡ് റെയിൻഫോൾ, മഴ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. ദിസ് ടൈപ്പ് ഓഫ് റെയിൻഫോൾ ഈസ് നോൺ ആസ് ബോർഡർ റെയിൻഫോൾ അല്ലെങ്കിൽ തീരദേശ മഴ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ ഒരു ഭാഗത്തോടു കൂടി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ 9ാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ വീഡിയോ ക്ലാസ് ഇതുകൂടെ ഈ ഒരു ഭാഗത്തോടു കൂടി ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും ഈ ഒരു ചാപ്റ്റർ നന്നായി വായിക്കുക, നന്നായി പഠിക്കുക.